നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിദേശ വിദ്യാർത്ഥികൾ പഠനത്തിനായി കേരളത്തിൽ എത്തുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി. ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്ക് നിർണായകമാകുന്നു. പുറത്തേക്ക് പോകുന്നവർ വെറും 4% മാത്രം. ഊഹാപോഹങ്ങളോടെ പലരും പലതും പ്രചരിപ്പിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി. മുഴപ്പിലങ്ങാടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നു. 3 സ്റ്റാർ ഹോട്ടൽ ഉൾപ്പെടെ മറൈൻ കാഴ്ചകളുമായി ടൂറിസം പദ്ധതികൾ. നവീകരണ പ്രവൃത്തി വിലയിരുത്തി മന്ത്രി PA മുഹമ്മദ് റിയാസ്. കേരളത്തിന്റെ പ്രധാന ടൂറിസം കേന്ദ്രമായി മുഴപ്പിലങ്ങാട് മാറുമെന്നും മന്ത്രി. അപകടക്കെണിയുമായി തലശ്ശേരി കണ്ണൂർ ദേശീയപാത. അപകട കാരണം തോട്ടട വളവിലെ വാഹനങ്ങളുടെ അമിതവേഗം. പ്രശ്നത്തിൽ ഉടൻ അധികൃതർ ഇടപെടണം എന്ന് വ്യാപാരികൾ. സൂചനാ ബോർഡുകളെങ്കിലും സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ. വാർത്തകൾ വിശദമായി. നമ്മുടെ നാട്ടിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല അഭിവൃദ്ധിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് സർക്കാർ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തന്നെ വിദേശത്ത് നിന്ന് വിദ്യാർത്ഥികൾ കേരളത്തിലേക്ക് വരാൻ താൽപര്യം പ്രകടിപ്പിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ധർമ്മടം നിയോജക മണ്ഡലത്തിലെ പിണറായി വില്ലേജിൽ 12.93 ഏക്കർ സ്ഥലത്ത് 285 കോടി രൂപ ചിലവിൽ സ്ഥാപിക്കുന്ന വിദ്യാഭ്യാസ സമുച്ചയമായ പിണറായി എഡ്യൂക്കേഷൻ ഹബിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിൽ നിന്നും വിദേശത്തേക്ക് പോകുന്ന കുട്ടികൾ ഇന്ത്യയിലെ ആകെ കണക്കിന്റെ കേവലം 4% മാത്രമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വർഷം 2600ഓളം വിദേശ വിദ്യാർത്ഥികളുടെ അപേക്ഷ കേരളത്തിലെ സ്ഥാപനങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. കുസാറ്റിൽ 1590 വിദേശ വിദ്യാർത്ഥികൾ നിലവിൽ പഠിക്കുന്നുമുണ്ട്. MG സർവകലാശാലയിൽ 855 വിദേശ വിദ്യാർത്ഥികളുടെ അപേക്ഷയും ലഭിച്ചിട്ടുണ്ട്. കേരളീയം പരിപാടിയുടെ ഭാഗമായി വിദേശത്തു നിന്നും വന്ന് പഠിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തിരുന്നു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ശാക്തീകരണം നടന്നാൽ ഈ സ്വച്ഛ സുന്ദരമായ സ്വൈര്യമായി ജീവിക്കാൻ കഴിയുന്ന നാട്ടിലേക്ക് വരാനും പഠിക്കാനും ആരും ആഗ്രഹിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോയി പഠിക്കുന്നത് വല്ലാത്ത അവസ്ഥയാണെന്ന് ചിത്രീകരിക്കാൻ നാട്ടിൽ ശ്രമവും നടക്കുന്നുണ്ട്. അതിൽ അങ്ങനെ ഉത്കണ്ഠപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നാടിന്റെ വികസനം നടക്കുന്നത് ബജറ്റ് മുഖേനയാണല്ലോ. നാടിന്റെ വിഭവശേഷി, സംസ്ഥാനത്തിന്റെ കയ്യിലുള്ള പണം എത്രയാണോ ആ പണം ഉപയോഗിച്ചാണ് നമ്മൾ വികസന പ്രവർത്തനങ്ങൾ നടത്തുക. എല്ലാവർക്കും അറിയാം, നമ്മുടെ വിഭവശേഷി കുറവാണ്, ഖജനാവിന് വലിയ ശേഷിയില്ല. അപ്പോൾ പതിറ്റാണ്ടുകൾ കാത്തിരുന്നാലും നടക്കാൻ ഇടയില്ലാത്ത പദ്ധതികൾ. അപ്പോൾ നാടിൻ്റെ വികസനത്തിനെല്ലാം ഒഴിച്ചുകൂടാത്തതാണ്. അതിന് പണം കണ്ടെത്താൻ എന്താണ് വഴി? അങ്ങനെ ആലോചിച്ചപ്പോഴാണ് കിഫ്ബി പുനർജീവിപ്പിക്കുന്ന നിലയെടുത്തത്. അങ്ങനെയാണ് കിഫ്ബി പ്രവർത്തന സജ്ജമായത്. അത് നല്ല നിലയിൽ തന്നെ കാര്യങ്ങൾ നിർവഹിച്ചു എന്ന് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിൽ നിന്നും വിദ്യാർത്ഥികൾ പുറത്തു പോകുന്നതിന്റെ 67% പഞ്ചാബ്, ഡൽഹി, മഹാരാഷ്ട്ര, ഗുജറാത്ത്, തമിഴ്നാട്, കർണാടക തുടങ്ങിയ 8 സംസ്ഥാനങ്ങളിൽ നിന്നാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇഷിത റോയ്, ജില്ലാ കളക്ടർ അരുൺ K വിജയൻ, IHRD CEO ഡോക്ടർ VA അരുൺകുമാർ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ PR ഷാലിജ്, വ്യവസായ പരിശീലന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ P വാസുദേവൻ എന്നിവർ സംസാരിച്ചു. KSITI LMD ഡോക്ടർ സന്തോഷ് ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി P ബാലൻ, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത, എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK പ്രമീള, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KK രാജീവൻ, NK രവി, K ദാമോദരൻ, AV ഷീബ, K ഗീത, PV പ്രേമവല്ലി, T സജിത, ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗം A ദീപ്തി, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ K ശശിധരൻ, CN ചന്ദ്രൻ, VA നാരായണൻ, VK ഗിരിജൻ, T ഭാസ്കരൻ, NP താഹിർ, RK ഗിരിധരൻ, VC വാമനൻ, PM ജയചന്ദ്രൻ, അബ്ദുൾ സത്താർ KK തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള ആംഡ് പോലീസ് 2-4 ബറ്റാലിയനുകളുടെ റിക്രൂട്ട് സേനാംഗങ്ങളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് മാങ്ങാട്ടുപറമ്പ് കേരള ആംഡ് പോലീസ് 4ാം ബറ്റാലിയൻ പരേഡ് ഗ്രൗണ്ടിൽ നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സേനാംഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിച്ചു. കേരള പോലീസ് ദുരന്തങ്ങളിൽ ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സേനയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2018 പ്രളയകാലം മുതൽ ആവർത്തിച്ചു വരുന്ന ദുരന്തങ്ങളിൽ ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സേനയായി പ്രവർത്തിക്കുവാൻ കേരള പോലീസിന് കഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാങ്ങാട്ടുപറമ്പ് കേരള ആംഡ് പോലീസ് 2-4 ബറ്റാലിയനുകളുടെ റിക്രൂട്ട് സേനാംഗങ്ങളുടെയും സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച ശേഷം സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പോലീസിൽ പല കാര്യങ്ങളിലും പ്രത്യേകം വിഭാഗങ്ങളുള്ളതുപോലെ എല്ലാതരം
പരിശീലനവും പൂർത്തിയാക്കിയ ഏതൊരു ആപൽഘട്ടത്തെയും നേരിടാൻ കഴിയും വിധമുള്ള ഒരു വിഭാഗം പോലീസ് സേനയിൽ തന്നെ ഈ സാഹചര്യത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ആവശ്യമായ നടപടികൾ തുടർന്ന് നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വലിയ തോതിലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്ന അവസ്ഥയുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ഫോറൻസിക് സയൻസ്, ഫോറൻസിക് മെഡിസിൻ, ക്രിമിനോളജി, വിക്ടിമോളജി, സൈബർ ഫോറൻസിക്, സൈബർ ക്രൈം ഇത്തരം വിഷയങ്ങളിലെല്ലാം നല്ല അവഗാഹം നേടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ സമൂഹത്തിൽ പ്രത്യേക രീതിയിൽ കാണേണ്ടതും പെരുമാറേണ്ടതുമായ കുട്ടികൾ, പ്രായമായവർ, സ്ത്രീകൾ, ട്രാൻസ്ജെൻഡർമാർ, അത്തരം കാര്യങ്ങളിലെല്ലാം വലിയ തോതിലുള്ള ഇടപെടൽ നടത്താൻ പറ്റുന്ന അവബോധം നിങ്ങൾക്ക് പരിശീലനത്തിൻ്റെ ഭാഗമായി ലഭിച്ചിരിക്കുന്നു. അത് പോലീസിൻ്റെ മാനവിക മുഖം ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ ഇടയാക്കും എന്ന് തന്നെയാണ് കണക്കാക്കാവുന്നത്. രാജ്യം തന്നെ വലിയ ഞെട്ടലോടെ കണ്ട വയനാട് ദുരന്തത്തിൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്താനായി എത്തിയ ഏതൊരു ഏജൻസികളോടും കിടപിടിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ കേരള പോലീസിന് കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചില കാര്യങ്ങളിൽ മുന്നിലായിരുന്നില്ലേ എന്ന് ആരെങ്കിലും സംശയം തോന്നിക്കുമാറുള്ള ഇടപെടലുകൾ പോലീസ് നടത്തിയിട്ടുണ്ട്. ദുരന്തമുഖത്ത് സ്വന്തം ജീവൻ തൃണവൽക്കരിച്ചുകൊണ്ട് അപ്പുറത്തുള്ളവരെ രക്ഷിക്കുക എന്ന ദൗത്യം ഏറ്റവും മികച്ച രീതിയിൽ എല്ലാവർക്കും ഏറ്റെടുക്കുവാൻ കഴിഞ്ഞു. അവിടെ ഒരു തരത്തിലുള്ള റാങ്ക് വ്യത്യാസവും ഉണ്ടായിരുന്നില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, എം വിജിൻ MLA, ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ, സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് താഹിബ്, ADGP ആംഡ് പോലീസ് ബറ്റാലിയൻ MR അജിത് കുമാർ, ആംഡ് പോലീസ് ബറ്റാലിയൻ DIGയുടെ അധിക ചുമതലയുള്ള G ജയദേവ്, KAP 2 ബറ്റാലിയൻ കമാൻഡന്റ് R രാജേഷ്, KAP 4 ബറ്റാലിയൻ കമാൻഡന്റ് അരുൺ K പവിത്രൻ എന്നിവരും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. 2023 നവംബറിൽ പരിശീലനം ആരംഭിച്ച KAP 4 ബറ്റാലിയനിലെ 162, KAP 2 ബറ്റാലിയനിലെ 152 സേനാംഗങ്ങൾ ഉൾപ്പെടെ ആകെ 314 പോലീസുകാരാണ് KAP 4 ബറ്റാലിയൻ പരേഡ് ഗ്രൗണ്ടിൽ പാസിംഗ് ഔട്ട് പരേഡിൽ അണിനിരുന്നത്. KAP 4 ബറ്റാലിയനിൽ നിന്നും പരിശീലനം കഴിഞ്ഞ പോലീസുകാരുടെ 32ാമത് ബാച്ചും KAP 2 ബറ്റാലിയനിൽ നിന്നും ട്രെയിനിംഗ് കഴിഞ്ഞ പോലീസുകാരുടെ 31ാമത് ബാച്ചുമാണിത്. ഇവരിൽ ഒരു PhD-കാരനും 20 ബിരുദാനന്തര ബിരുദധാരികളും 2 MTech-കാരും 5 MBA-കാരും 31 BTech-കാരും 154 ബിരുദധാരികളും ഒരു B.Ed ബിരുദം 75 +2-കാരും 25 ഡിപ്ലോമ അഥവാ ITI വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരുമാണ്. പാസിംഗ് ഔട്ട് പരേഡ് നയിച്ചത് KAP 4 ബറ്റാലിയനിലെ അഖിൽ കുമാർ M, സെക്കൻഡ് ഇൻ കമാൻഡന്റ് KAP 4 ബറ്റാലിയനിലെ വിഷ്ണു മണികണ്ഠൻ എന്നിവരുമായിരുന്നു. പരിശീലന കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവർക്ക് മൊമെന്റോ നൽകി. സമ്മാനം നേടിയവരെ KAP 4 ബറ്റാലിയനിൽ ബെസ്റ്റ് ഷൂട്ടറായി അശ്വിൻ TTKയും, ബെസ്റ്റ് ഇൻഡോർ ക്രിസ്റ്റി തോമസ് Kയും, ഓൾറൗണ്ടർ അഖിൽ കുമാർ M, ബെസ്റ്റ് ഔട്ട്ഡോർ അഹമ്മദ് ഷബാദ് K, KAP 2 ബറ്റാലിയൻ ബെസ്റ്റ് ഷൂട്ടർ സുമൻ S, ബെസ്റ്റ് ഇൻഡോർ മുഹമ്മദ് ഷാനു B, ബെസ്റ്റ് ഔട്ട്ഡോർ ആദർശ് PR, ഓൾറൗണ്ടർ വിഷ്ണു മണികണ്ഠൻ എന്നിവരുമാണ്. ചടങ്ങിൽ 1996 ട്രെയിനിംഗ് ബാച്ചിലെ പോലീസ് ഉദ്യോഗസ്ഥർ 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിട്ടുമുണ്ട്. കണ്ണൂരിലെ റിട്ടയേർഡ് ബാങ്ക് ഓഫീസേഴ്സിന്റെ കൂട്ടായ്മയായ RBO കുടുംബസംഗമം പുതിയ തെരു മാഗ്നറ്റ് ഹോട്ടലിൽ നടന്നു. 70 അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. T മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. AV സുരേഷ് ബാബു, പ്രഭാവതി തുടങ്ങിയവർ സംസാരിച്ചു. RBO അംഗങ്ങളായ M വിജയൻ സംഗീതം സംവിധാനം നിർവഹിച്ച വിഘ്നേശ്വര വിനായക എന്ന ഗാനത്തിന്റെ ഓഡിയോ റിലീസിംഗും ചടങ്ങിൽ നടന്നു. സുരേഷ് ബാബു, വിശ്വനാഥൻ, ഭാഗ്യം എന്നിവർ ചേർന്നൊരു ഹാസ്യ സ്കിറ്റും അവതരിപ്പിച്ചു. സുധാകരൻ ഫ്ലൂട്ട്, കീബോർഡ് എന്നിവയിൽ ഗാനാലാപനം നടത്തി.
സോങ് തുടങ്ങിയവ അരങ്ങേറി. സംഗമത്തിൽ വളയേറ്, തമ്പോല, ബോൾ പാസിംഗ്, മ്യൂസിക്കൽ ചെയർ, മാച്ചിംഗ് ഐറ്റംസ് തുടങ്ങി നിരവധി സ്കിൽ ഗെയിമുകളും ഒരുക്കിയിരുന്നു. കലാപരിപാടികൾ രാജീവ്, സുരേഷ് തുടങ്ങിയവർ നിയന്ത്രിച്ചു. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിനെ ഏത് ദുരന്തമുഖങ്ങളിലും യശസ്സോടെ നമുക്ക് കാണാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പെരിങ്ങോം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ആരുടെ പിന്നിലുമല്ലാതെ ചിലപ്പോഴെങ്കിലും മുന്നിലായി പ്രവർത്തനം കാഴ്ചവെക്കാൻ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിന് കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 2018 പ്രളയകാലത്തും കോവിഡ് കാലത്തും ആ പ്രവർത്തനം നമ്മൾ കണ്ടതാണ്. അടുത്ത കാലത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടത് തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ ഫയർഫോഴ്സിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും സ്കൂബ ഡൈവിംഗ് യൂണിറ്റും നടത്തിയ അങ്ങേയറ്റം പ്രശംസനീയമായ ഇടപെടലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട്ടിലും സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് ഫയർഫോഴ്സ് ഉൾപ്പെടെ എല്ലാവരും കാഴ്ചവെച്ചത്. ഇത്തരം ദുരന്തമുഖങ്ങളിൽ നമ്മുടെ നാടിന്റെ പ്രത്യേകതയായ ജനങ്ങളുടെ സഹകരണവും പിന്തുണയും മികവാർന്ന പ്രവർത്തനം കാഴ്ചവെക്കാൻ സഹായിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സുരക്ഷാ ഉപകരണങ്ങൾ ഇപ്പോൾ ജീവനക്കാർക്ക് ലഭ്യമാണ്. ഇതുകൊണ്ടുള്ള പ്രത്യേകത എന്താ? ഒരു അപകട ഭീതിയില്ലാതെ ആത്മവിശ്വാസത്തോടെ ഓരോ സേനാ അംഗത്തിനും പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നതാണ്. ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി വാട്ടർ ബോസർ, ഫോം ടെൻഡർ, അഡ്വാൻസ്ഡ് റെസ്ക്യൂ ടെൻഡർ, ഫസ്റ്റ് റെസ്പോൺസ് വെഹിക്കിൾ ഇങ്ങനെയുള്ള പുതിയതരം വാഹനങ്ങൾ, ആധുനിക ഡീവാട്ടറിംഗ് പമ്പുകൾ, അതോടൊപ്പം ഏത് തരം അഗ്നിബാധയും നേരിടാൻ കഴിയുന്ന DCP ടെൻഡറുകൾ, ഇതെല്ലാം ഇന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ എമർജൻസി ആൻഡ് ഫയർ പ്രിവെൻഷൻ പദ്ധതികളുടെ ഭാഗമായി സാമൂഹിക ബോധവൽക്കരണം, മോക്ക് ഡ്രില്ലുകൾ ഇതെല്ലാം നടപ്പിലാക്കി വരുന്നുണ്ട്. സേഫ്റ്റി ബീറ്റ് സംവിധാനം മുഖേന അപകട സാധ്യതകൾ മുൻകൂട്ടി മനസ്സിലാക്കി പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്നുണ്ട്. റോഡ് അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി രൂപീകരിച്ച റോഡ് സുരക്ഷാ ജാഗ്രതാ ടീമുകൾ ഈ കാലയളവിൽ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. TI മധുസൂദനൻ MLA അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറൽ K പത്മകുമാർ, അഡ്മിനിസ്ട്രേറ്റർ ഡയറക്ടർ അരുൺ അൽഫോൺസ്, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP വത്സല, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ VM ഉണ്ണികൃഷ്ണൻ, KF അലക്സാണ്ടർ, MP സുനിൽ, DR രാമചന്ദ്രൻ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം M രാഘവൻ, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജനി മോഹനൻ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ AK രാജൻ മാസ്റ്റർ, ഇബ്രാഹിം പൂമംഗലം, ജോയ്സ് പുത്തൻപുര, K ഹരിഹർ കുമാർ, P ജയൻ, അസൈനാർ, സംഘടനാ നേതാക്കളായ NV കുഞ്ഞിരാമൻ, MV ശശി, PV പവിത്രൻ, ബൈജു കോട്ടായി, KK ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP അദ്ദേഹത്തിന്റെ 1 മാസത്തെ ശമ്പളം വയനാട് പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുണ്ട്. പെരിങ്ങോം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ കെട്ടിട ഉദ്ഘാടന ചടങ്ങിലാണ് MP മുഖ്യമന്ത്രിക്ക് ധനസഹായം കൈമാറിയത്. പെരുമ്പടവ് വാട്സ്ആപ്പ് കൂട്ടായ്മ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1.70 ലക്ഷം രൂപയും ചടങ്ങിൽ വെച്ച് കൈമാറിയിട്ടുണ്ട്. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിദേശ വിദ്യാർത്ഥികൾ പഠനത്തിനായി കേരളത്തിൽ എത്തുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി. ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്ക് നിർണായകമാകുന്നു. പുറത്തേക്ക് പോകുന്നവർ വെറും 4% മാത്രം. ഊഹാപോഹങ്ങളോടെ പലരും പലതും പ്രചരിപ്പിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി. മുഴപ്പിലങ്ങാടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നു. 3 സ്റ്റാർ ഹോട്ടൽ ഉൾപ്പെടെ മറൈൻ കാഴ്ചകളുമായി ടൂറിസം പദ്ധതികൾ. നവീകരണ പ്രവൃത്തി വിലയിരുത്തി മന്ത്രി PA മുഹമ്മദ് റിയാസ്. കേരളത്തിന്റെ പ്രധാന ടൂറിസം കേന്ദ്രമായി മുഴപ്പിലങ്ങാട് മാറുമെന്നും മന്ത്രി. അപകടക്കെണിയുമായി തലശ്ശേരി കണ്ണൂർ ദേശീയപാത. അപകട കാരണം തോട്ടട വളവിലെ വാഹനങ്ങളുടെ അമിതവേഗം. പ്രശ്നത്തിൽ ഉടൻ അധികൃതർ ഇടപെടണം എന്ന് വ്യാപാരികൾ. സൂചനാ ബോർഡുകളെങ്കിലും സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും.
അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തയിലേക്ക്. മുഴപ്പിലങ്ങാട് ധർമ്മടം 1ാം ഘട്ട സൗന്ദര്യവൽക്കരണം ഉടൻ പൂർത്തിയാകുമെന്നും പ്രദേശത്ത് വരുന്ന 3 സ്റ്റാർ ഹോട്ടൽ കൂടെ യാഥാർത്ഥ്യമാവുന്നതോടെ മേഖലയുടെ മുഖച്ഛായ തന്നെ മാറുമെന്നും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ മുഴപ്പിലങ്ങാട് ബീച്ച് പ്രോജക്ട് സൈറ്റ് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൗന്ദര്യവൽക്കരണ പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തും. കേരളത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി മുഴപ്പിലങ്ങാട് മാറുമെന്നും മന്ത്രി പറഞ്ഞു. ദുബായ്, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ കണ്ട മറൈൻ കാഴ്ച പുതുവത്സര സമ്മാനമായി മലയാളികൾക്ക് സമ്മാനിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ബീച്ചിലൂടെ ചെറുവാഹനങ്ങളിൽ സഞ്ചരിച്ച് കാഴ്ച ആസ്വദിക്കാവുന്ന ഏഷ്യയിലെ പ്രധാന ബീച്ചാണ് മുഴപ്പിലങ്ങാടെന്നും മന്ത്രി പറഞ്ഞു. മുഴപ്പിലങ്ങാട് ധർമ്മടം ആദ്യ ഫേസാണ്, ഫസ്റ്റ് ഫേസ് പൂർത്തീകരണവും മുഴപ്പിലങ്ങാട്ടെ 3 സ്റ്റാർ ഹോട്ടലും പൂർത്തീകരിക്കുന്നതോടുകൂടി ഇവിടുത്തെ മുഖച്ഛായ തന്നെ മാറും. കൂടുതൽ സഞ്ചാരികൾ വരും. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഇത് മാറുകയാണ്. ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിൻ ബീച്ചാണത്. കാർ ഓടിച്ചുകൊണ്ട് ബീച്ച് ആസ്വദിക്കാൻ പറ്റുന്ന ഇത്ര നീളമുള്ളൊരു ബീച്ച് ഏഷ്യയിലില്ല. അവിടെയാണ് അതിന് തൊട്ട് ചേർന്ന് മനോഹരമായി ഏകദേശം 4 കിലോമീറ്റർ 3.8 കിലോമീറ്റർ മനോഹരമായി വാക്ക് വേ, മറ്റ് സൗകര്യങ്ങൾ, ദുബായ് മറീന, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നമ്മളൊക്കെ കണ്ടിട്ടുള്ള നിലയിലേക്കുള്ള സംവിധാനം വരുന്നു. താമസിക്കാൻ 3 സ്റ്റാർ ഹോട്ടൽ വരുന്നു. ഇവയെല്ലാം പുതുവത്സര സമ്മാനമായി കേരളത്തിന് സമർപ്പിക്കാനാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നവീകരണ പ്രവൃത്തിയും മന്ത്രി വിലയിരുത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത, വൈസ് പ്രസിഡന്റ് വിജേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റജീന, ടൂറിസം ഉദ്യോഗസ്ഥർ എന്നിവരും മന്ത്രിയോടൊപ്പമുണ്ടായിരുന്നു. ഒറിജിനൽ കറുവപ്പട്ടയ്ക്ക് പകരം ആയുർവേദ നിർമ്മാതാക്കളും മസാല പൊടി കമ്പനികളും വ്യാപകമായി വില കുറഞ്ഞതും ക്യാൻസർ, ലിവർ സിറോസിസ് രോഗത്തിന് കാരണമാകുന്നതുമായ കാസിയ ഉപയോഗിക്കുന്നതായി മനുഷ്യാവകാശ പ്രവർത്തകനും കറുവപ്പട്ട കർഷകനുമായ ലിയാനാഡ് ജോൺ. അവർക്കെതിരെ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ FSSAI നടപടി സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ലിയാനാഡ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ അവസരത്തിൽ അത്യന്തം വിനാശകരമായ കാസിയ ഇറക്കുമതി സർക്കാർ നിരോധിക്കുകയാണ് വേണ്ടതെന്നും ലിയാനാഡ് പറഞ്ഞു. ഇതിനകത്ത് വേറൊരു ഏറ്റവും വലിയൊരു സംഗതി ഇവരെ ഒഴിവാക്കിയത് വെബ്സൈറ്റിൽ നിന്ന്, അന്ന് എനിക്ക് ലെറ്ററിന്റെ അകത്തുനിന്ന് വെബ്സൈറ്റിൽ നിന്ന് ഒഴിവാക്കിയത് ഈ കറുവപ്പട്ടയെ കൊണ്ടുള്ള ദൂഷ്യഫലങ്ങളാണ്.
അത് നിങ്ങൾക്ക് അറിയുന്ന പോലെ അത് ക്യാൻസർ ഉണ്ടാക്കും, ബ്ലഡ് ക്യാൻസർ ഉണ്ടാക്കും, ലിവറിനാണ് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത്, പെർക്കിംഗ്, വയറിളക്കം, വയറിലെ ക്യാൻസർ ഒക്കെയാണ്. അപ്പൊ ഇത് ചെറിയ ചെലവല്ല ഈ റിസർച്ചിന് വേണ്ടി ചെലവാക്കിയത്. ഇവര് ഇതിന്റെ ഹെൽപ്പ് ചോദിച്ചിരിക്കുന്നത് റിസർച്ചിനകത്ത് കൂട്ടുനിന്നിരിക്കുന്നത് ഒന്ന് ടോക്സിക്കോളജി റിസർച്ച് സെന്റർ ലക്നൌ ആണ്, രണ്ടാമത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ റിസർച്ച് കൊണ്ടിരിക്കുന്നത്, മൂന്നാമത് ജർമ്മൻ BFR എന്ന് പറയും, ജർമ്മൻ റിസർച്ചിനെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം വേറെ ഒന്ന് രണ്ട് ഇന്ത്യൻ മെഡിക്കൽ ജേർണലിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്രയും വലിയൊരു കോടികൾ ചെലവാക്കി റിസർച്ച് നടത്തിയിട്ട് ഈ രണ്ട് സാധനം മാത്രം ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഒരു പേരിന് ജനങ്ങളെ പറ്റിക്കാനായിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി വെച്ച് ലോക റെക്കോർഡ് ഇറക്കുമതി ചെയ്യുക. എന്നിട്ട് ഇപ്പം കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോഴും പറയുന്നത് കറവപ്പട്ടയ്ക്ക് കാസിയ ഉപയോഗിച്ച് വിൽക്കുന്നവരെ പിടിക്കാൻ ഇതാണ് ഇതിനെ പിടിക്കേണ്ട ആവശ്യം. ഇത് ഇറക്കുമതി നിരോധിച്ചാൽ പോലെ. ഈ പണ്ട് മലയാളത്തിൽ ഒരു പറയുന്നുണ്ട്, എലിനെ കൊല്ലാൻ ഇല്ല കത്തിക്കാറുണ്ട്. പക്ഷെ ഈ എലിനെ ഇറക്കുന്നത് തന്നെ ഫുഡ് സേഫ്റ്റിയാണ്. അതിന്റെ അത് രണ്ട് ഇല്ല കത്തിക്കുകയാണ് ചെയ്യുന്നത്. 2023 ഒക്ടോബർ 23 ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജിയുടെ ഫലമായി അന്നേ വർഷം നവംബർ 21 FSSAI രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും ബാധകമാവുന്ന രീതിയിൽ ഉത്തരവ് ഇറക്കിയിരുന്നു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ വിപണികളിലും പരിശോധന നടത്തി വ്യാജ കറുവപ്പട്ടയായ കാസിയ വിൽക്കുന്നത് തടയണമെന്നും നിയമപരമായ നടപടിയെടുക്കണമെന്നുമാണ് ഉത്തരവ്. ഇതുകൂടാതെ തെറ്റിദ്ധരിപ്പിച്ച് ഒറിജിനൽ കറുവപ്പട്ടയ്ക്ക് പകരം കാസിയ വിൽക്കുന്ന കച്ചവടക്കാരെയും ഉപഭോക്താക്കളെയും ബോധവൽക്കരിക്കണമെന്നും സർക്കാരുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2011 ഭക്ഷണ പദാർത്ഥത്തിലെ മായം ചേർക്കൽ വിരുദ്ധ നിയമപ്രകാരം നടപടിയുമെടുക്കും. FSSAI ശുപാർശ ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ കറുവപ്പട്ടയിലെയും കാസിയ കോമറിൻ അളവും FSSAI വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുപ്രകാരം 3% കൂടുതൽ കോമറിനുള്ള കാസിയ അനുവദനീയവുമല്ല. ഇറക്കുമതി ചെയ്യുന്ന കാസിയയിൽ 5% കോമറിനാണുള്ളത്. കറുവപ്പട്ടയിൽ ഇത് 0.1 ആണ് അനുപാതം. FSSAIയുടെ കഴിഞ്ഞ 5 വർഷമായി കാസിയയുടെ ദൂഷ്യഫലം പ്രസിദ്ധീകരിച്ചു വരുന്ന കസാൻഡ് ഒഴിവാക്കിയത് ദുരൂഹമാണെന്നും ലിയോണാർഡ് ജോൺ ആരോപിച്ചു. അത്യന്തം വിനാശകരമായ കാസിയ ഇറക്കുമതി സർക്കാർ നിരോധിക്കുകയാണ് വേണ്ടതെന്നും ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ലിയോണാർഡ് ജോൺ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ആഗസ്റ്റ് 26 തിങ്കളാഴ്ച നടക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ബാലദിനാഘോഷങ്ങൾക്കും ശോഭയാത്രകൾക്കുമുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ പൂർത്തിയായി. ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വ്യാഴാഴ്ച ജില്ലയിലെ 3000-ഓളം സ്ഥലങ്ങളിൽ പതാക ഉയർത്തി. ശോഭയാത്രയിൽ ഉണ്ണിക്കണ്ണന്മാർ, പൗരാണിക വേഷങ്ങളടങ്ങിയ നിശ്ചല ദൃശ്യങ്ങൾ, ഗോപിക നൃത്തം എന്നിവയും ഉണ്ടാകും. തിങ്കളാഴ്ചയാണ് ഈ വർഷത്തെ ജന്മാഷ്ടമി ആഘോഷം. അതോടനുബന്ധിച്ച് കുട്ടികളുടെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയായ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇതിനകം അതിന് വേണ്ടുന്നുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞു. ഏകദേശം 3000 സ്ഥലങ്ങളിൽ കഴിഞ്ഞ 22 വ്യാഴാഴ്ച പതാക ദിനം ആയിട്ട് എല്ലാ ദിക്കിലും പതാക ഉയർത്തി. അതുപോലെ തന്നെ ഈ വർഷം റവന്യൂ ജില്ലയിൽ ഗ്രാമാന്തരങ്ങളിലടക്കമുള്ള ശോഭായാത്രകൾ ഏകദേശം 500ഓളം ശോഭയാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചിട്ടുള്ള വിവിധ പരിപാടികൾ, സാംസ്കാരിക സമ്മേളനം, അതുപോലെ കുട്ടികൾക്കുള്ള കലാ പരിപാടികൾ, അതുപോലെ ഗോപൂജ തുടങ്ങിയിട്ടുള്ള വിവിധ പരിപാടികൾ ഇതോടനുബന്ധിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും വളരെ നല്ല രീതിയിൽ വളരെ ആഹ്ലാദത്തിൽ നടത്താനാണ് ഞങ്ങളിത് ഉദ്ദേശിക്കുന്നത്. ഈ വർഷം മറ്റൊരു പ്രശ്നം, നമ്മുടെ വയനാട്ടിലെ സംഭവത്തോടനുബന്ധിച്ച് എല്ലാ സ്ഥലങ്ങളിലും ബാലഗോകുലം നിർദ്ദേശം നൽകിയത് ആർഭാടം കുറക്കണമെന്നുള്ളതാണ്. ആർഭാടം കുറച്ചുകൊണ്ടുള്ള നാമജപത്തോടുകൂടിയുള്ള ശോഭായാത്രയാണ് നടത്തുക. അതുപോലെ തന്നെ എല്ലാ ബാലഗോകുലങ്ങളിലും കഴിഞ്ഞ 2 ആഴ്ച മുമ്പുള്ള ഞായറാഴ്ച ഒരു സ്നേഹനിധി എന്ന് പറഞ്ഞിട്ട് കുട്ടികളും അവിടെയുള്ള രക്ഷിതാക്കളെല്ലാം കൂടി സ്വരൂപിച്ചിട്ടുള്ള ഏകദേശം 2 ലക്ഷം രൂപ ഈ കാര്യത്തിന് വേണ്ടി നൽകിയിട്ടുണ്ട്. കുട്ടികൾക്കുള്ള കലാവൈജ്ഞാനിക മത്സരങ്ങളും സാംസ്കാരിക സമ്മേളനങ്ങളും, ഗോപൂജ, ഭജനസന്ധ്യ, ഉറിയടി, കൃഷ്ണഗാഥ സദസ്സ് എന്നിവ ഒരാഴ്ചക്കാലം നടക്കും.
തുടർന്ന് നടക്കുന്ന ശോഭായാത്രയിൽ ഉണ്ണിക്കണ്ണന്മാർ, പൗരാണിക വേഷങ്ങളിലടങ്ങിയ നിശ്ചല ദൃശ്യങ്ങൾ, ഗോപികാ നൃത്തം എന്നിവയും നടക്കും. പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്ന സന്ദേശമുയർത്തിയാണ് ബാലഗോകുലം ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. വയനാട് പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷം ആർഭാടമില്ലാതെ ഭക്തിസാന്ദ്രമായ ശോഭായാത്രകൾ നടത്താനാണ് ബാലഗോകുലം നിശ്ചയിച്ചിട്ടുള്ളത്. വയനാട് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചതിനു ശേഷമായിരിക്കും ഓരോ ശോഭായാത്രയും ആരംഭിക്കുക. കൂടാതെ എല്ലാ ശോഭായാത്രകളുടെ ഭാഗമായും വയനാടിനു വേണ്ടി സ്നേഹനിധി ശേഖരണവും നടക്കും. ഗ്രാമനഗര പ്രദേശങ്ങളിലായി 500ഓളം ശോഭായാത്രകളാണ് ജില്ലയിൽ ബാലഗോകുലം സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട നഗരങ്ങളിൽ മഹാശോഭായാത്ര സംഗമങ്ങളും നടക്കും. കണ്ണൂർ നഗരത്തിൽ നടക്കുന്ന മഹാശോഭായാത്രയിൽ അമൃതാനന്ദമയി മഠം കണ്ണൂർ മഠാധിപതി അമൃതകൃപാനന്ദപുരി കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് നടന്ന 16ാമത് ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ വിവിധ ഇനങ്ങളിൽ സ്വർണം നേടിയ പഞ്ചന അജയ്, ദേവിക ദീപക്, കാർത്തിക എം എന്നിവർ ഗോകുല പതാക കൈമാറും. BJP മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കണ്ണൂർ ജില്ലാ ശില്പശാല കണ്ണൂർ മാരാർജി ഭവനിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. സമയത്ത് അതിന് വലിയൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘം ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്ന രീതിയിലായിരുന്നില്ല. നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരിക സംഘടനയായി രാഷ്ട്രീയ സ്വയംസേവക സംഘം വളർന്ന് പന്തലിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് പോയി. പക്ഷെ കേരളത്തിൽ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ പോലെ കേരളത്തിൽ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ അത്ര നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് 1948 തലശ്ശേരിയിൽ ആദ്യമായി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തനവുമായി കേരളത്തിൽ അഖില ഭാരതീയ തലത്തിലുള്ള ഒരു കാര്യകർത്താവ് വരികയും ഭാരതത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമാണ് BJP എന്നും കേരളത്തിലെ പാർട്ടി കരുത്താർജിച്ചുകൊണ്ടിരിക്കുകയാണെന്നും രഞ്ജിത്ത് പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു, C രഘുനാഥ്, A ദാമോദരൻ, PK വേലായുധൻ, ബിജു ഏളക്കുഴി, MR സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ബംഗാളിലെ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് പിങ്ക് ടിആർഐയുടെ നേതൃത്വത്തിൽ കണ്ണൂർ നഗരത്തിൽ വാക്ക് ഫോർ ജസ്റ്റിസ് നടത്തും. ഓഗസ്റ്റ് 24-നാണ് കണ്ണൂർ നഗരത്തിൽ വാക്ക് ഫോർ ജസ്റ്റിസ് സംഘടിപ്പിക്കുന്നതെന്ന് ചെയർപേഴ്സൺ ഡോക്ടർ മേരി ഉമ്മൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്ത്രീ സുരക്ഷാ മുദ്രാവാക്യം ഉയർത്തി നടക്കുന്ന പരിപാടിയിൽ 200ഓളം വനിതകൾ പങ്കെടുക്കും. ഈ സംഭവത്തിൽ ആക്ച്വലി വളരെ ദുരൂഹതകളും അതുപോലെ കെട്ടുകഥകളും അതുപോലെ വളരെ പല സത്യങ്ങളും ഉണ്ട്. അതൊരു സത്യമാണ്. ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജിലും അതുപോലെ ഈ ഇന്ത്യയിലെ പല മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽസ്, അത് സർക്കാർ ഹോസ്പിറ്റൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന പല അനീതികളും അതുപോലെ ഉൾക്കളികളും എല്ലാം ഈ ഒരു സംഭവത്തിലൂടെ കൂടുതലായിട്ട് പുറത്തു കൊണ്ടുവരുവാനായിട്ട് സാധിച്ചതായിട്ട് തോന്നുന്നു. ഈ ഒരു സംഭവ സ്ഥലത്ത് നടന്ന അനീതികളും അതുപോലെ വീഴ്ചകളും അതുപോലെ ഈ വിക്ടിമിനോടും അവരുടെ മാതാപിതാക്കളോടും സമൂഹത്തോടും മൊത്തമായിട്ടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ സ്ത്രീ സമൂഹത്തോടും അതിനോട് പ്രതികരിച്ച് ബംഗാളില് ഈ സമയത്തും അന്ന് തൊട്ട് പല കാര്യങ്ങൾ പ്രകടനങ്ങൾ നടക്കുന്നു, സമരങ്ങളും. ഇത് തുടർച്ചയായിട്ട് കൊണ്ടുപോകാനായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത്, ഡോക്ടർ സമൂഹവും അതുപോലെ സ്ത്രീ സംഘടനകളും. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് കണ്ണൂരിൽ പിങ്ക് ടിയാറ എന്നുള്ള ഈ ഒരു കളക്റ്റീവ് ഞങ്ങൾ ഇതിന്റെ ഒരു പ്രൊട്ടസ്റ്റ് വാക്ക് നമ്മൾ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. വൈകുന്നേരം 7 മണിക്ക് SN പാർക്കിനടുത്ത് നിന്നും ആരംഭിക്കുന്ന വാക്ക് ഫോർ ജസ്റ്റിസ് കവിതാ തിയേറ്റർ, മുനീശ്വരൻ കോവിൽ, സ്റ്റേഷൻ റോഡ്, പ്ലാസ ജംഗ്ഷൻ വഴി ഫോർട്ട് റോഡിലെത്തി തിരിച്ച് SN പാർക്കിൽ തന്നെ സമാപിക്കും. സ്ത്രീ സുരക്ഷാ മുദ്രാവാക്യം ഉയർത്തി നടത്തുന്ന പരിപാടിയിൽ 200ഓളം വനിതകൾ പങ്കെടുക്കുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. ബംഗാളിൽ യുവ ഡോക്ടർ കൊല്ലപ്പെട്ടത് വൈദ്യരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞെട്ടിക്കുന്നതാണെന്നും ഡോക്ടർ മേരി ഉമ്മൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിനൊപ്പം കണ്ണൂരിലെ വനിതകളും ഒത്തുചേരണമെന്ന് ഡോക്ടർ മേരി ഉമ്മൻ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ കൺവീനർ
ഷമീറ മഷൂദ്, ഡോക്ടർ മഞ്ജുഷ, സ്വപ്ന ഇ കെ, സുറുമി, ഷിറാജ് എന്നിവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിദേശ വിദ്യാർത്ഥികൾ പഠനത്തിനായി കേരളത്തിൽ എത്തുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി. ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്ക് നിർണായകമാകുന്നു. പുറത്തേക്ക് പോകുന്നവർ വെറും 4% മാത്രം. ഊഹാപോഹങ്ങളോടെ പലരും പലതും പ്രചരിപ്പിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി. മുഴപ്പിലങ്ങാടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നു. 3 സ്റ്റാർ ഹോട്ടൽ ഉൾപ്പെടെ മറൈൻ കാഴ്ചകളുമായി ടൂറിസം പദ്ധതികൾ. നവീകരണ പ്രവൃത്തി വിലയിരുത്തി മന്ത്രി PA മുഹമ്മദ് റിയാസ്. കേരളത്തിന്റെ പ്രധാന ടൂറിസം കേന്ദ്രമായി മുഴപ്പിലങ്ങാട് മാറുമെന്നും മന്ത്രി. അപകടക്കെണിയുമായി തലശ്ശേരി കണ്ണൂർ ദേശീയപാത. അപകട കാരണം തോട്ടട വളവിലെ വാഹനങ്ങളുടെ അമിത വേഗം. പ്രശ്നത്തിൽ ഉടൻ അധികൃതർ ഇടപെടണം എന്ന് വ്യാപാരികൾ. സൂചനാ ബോർഡുകളെങ്കിലും സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. പാചകവാതക സിലിണ്ടർ ലോറി ഡ്രൈവർമാർ ഒരാഴ്ചയായി നടത്തിവന്ന സമരം പിൻവലിച്ചു. കളക്ടറേറ്റിൽ ADM K നവീൻ ബാബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചയിലാണ് പ്രശ്നം ഒത്തുതീർപ്പായത്. ലോറി ഉടമകളുടെ പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തു. മംഗലാപുരത്തു നിന്നും സൂറത്തുകല്ലിൽ നിന്നും ദിവസേന 240 ട്രക്കുകളിലായിരുന്നു പാചകവാതകങ്ങൾ എത്തിയിരുന്നത്. എന്നാൽ വേതന വർധനവ് ആവശ്യപ്പെട്ട് ലോറി ഡ്രൈവർമാർ സമരത്തിലായതിനാൽ പാചകവാതക സിലിണ്ടറുകളുടെ വരവ് നിലച്ചിരിക്കുകയായിരുന്നു. വീടുകളിലും ആയിരക്കണക്കിന് ജനങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലുകളിലുമെല്ലാം പാചകവാതകം ലഭിക്കാതായതോടെ വൻ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് കലക്ട്രേറ്റിൽ ADM K നവീൻ ബാബുവിന്റെ അധ്യക്ഷതയിൽ ചർച്ച നടന്നത്. പ്രശ്നം ഇതോടെ ഒത്തുതീർപ്പായി. ചർച്ചയിൽ ലോറി ഉടമകളുടെ പ്രതിനിധികളായി V കൃഷ്ണൻ, റിജി വർഗീസ്, അബ്ദുൽ ഹക്കീം എന്നിവരും പങ്കെടുത്തു. ലോറി ഡ്രൈവർമാർക്ക് വേണ്ടി CITU നേതാക്കളായ A പ്രേമരാജൻ, K ജയരാജൻ, KS വിഷ്ണു, ഷാജി ജോസഫ് എന്നിവരും BMS നേതാക്കളായ K സുമേഷ്, CM ജോംബോൻ, E രാജേഷ് എന്നിവരും പങ്കെടുത്തു. സമരം പിൻവലിച്ചതോടെ ഇനി മംഗലാപുരത്ത് നിന്നും ഗ്യാസ് സിലിണ്ടറുകൾ എത്തിത്തുടങ്ങും. തലശ്ശേരി കണ്ണൂർ ദേശീയപാതയിൽ തോട്ടടയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. അമിത വേഗതയാണ് മിക്ക അപകടങ്ങൾക്കും കാരണം. കാൽനടയാത്രക്കാർ പോലും ഇതുവഴി നടന്നു പോകുന്നത് അതീവ സാഹസപ്പെട്ടാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് 2 പേരുടെ മരണത്തിനിടയാക്കിയ ഓട്ടോ അപകടം നടന്നതും.
കൗസല്യ കമ്പനി മുതൽ തോട്ടട മാവേലി സ്റ്റോർ വരെയുള്ള ഏകദേശം 1 കിലോമീറ്ററോളം വരുന്ന ഈ ടൗൺ, തോട്ടട ടൗൺ, അപകട മേഖലയാവുകയാണോ? തീർച്ചയായും അത് പരിശോധിക്കേണ്ടത് തന്നെയുണ്ട്. വർഷങ്ങൾ പഴക്കമുണ്ട് ഈ അപകട പരമ്പരകൾക്ക്. കണ്ണൂർ തലശ്ശേരി റൂട്ടിലെ ബസ്സുകൾ തോട്ടട വഴി കടന്നു പോകുന്നത് ഭീകരമായ രീതിയിലാണ്. ഈ അമിത വേഗത തന്നെയാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് എന്നും നാട്ടുകാർ പറയുന്നു. ഇവിടെ സ്ട്രെയിറ്റ് റോഡായതുകൊണ്ട് അധികം ആക്സിഡൻറ്റ് പോയിൻ്റാണ് ഇവിടെ ഉള്ളത്. കാരണം വെച്ചാൽ ഇപ്പം കഴിഞ്ഞ ഒരു ഓട്ടോറിക്ഷയും ബസ് ഇതിലായിട്ട് അടിച്ചിട്ട് 3-4 ആൾക്ക് പരിക്കും, ഒരാൾ മരണപ്പെടുകയും ചെയ്യുമായിരുന്നു. രണ്ട് പേര് മരണപ്പെട്ടു. നമ്മളിപ്പോൾ ഇവിടെ സ്പോട്ടിൽ ഒരാൾ മരണപ്പെട്ടത്. പിന്നെ ഇവിടെ ഒരു ബസ്സിൻ്റെ ബാക്കിലൊരു ബൈക്ക് അടിച്ചിട്ട് ഒരു ഭാര്യയും ഭർത്താവും ഒരു ആക്സിഡൻറ്റ്. അതിൻ്റെ ബാക്കിലൊരു കാർ വന്ന് അടിച്ചിട്ട് ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അപ്പുറം പഞ്ചായത്തിൻ്റെ ആ റോഡ് അപ്പുറം അവിടെയും സ്ഥിരമായിട്ട് ആക്സിഡൻറ്റ് നടക്കുന്നുണ്ട്. ഒന്നാമത് ഭയങ്കര സ്പീഡാണ്. പിന്നെ ആൾക്കാർക്ക് അറിയില്ല ഇതെങ്ങനെയാണ് പോകേണ്ടത്, എങ്ങനെ വെച്ചാൽ ഇതിവിടെ ആക്സിഡൻറ്റ് നടക്കുന്ന ഏരിയ ഒന്നും അങ്ങനെയൊന്നും അവർക്ക് അറിയില്ല. കാരണം വെച്ചാൽ സ്ട്രെയിറ്റ് റോഡാണ്, സ്ഥിരം ആക്സിഡൻറ്റ് സംഭവിക്കുന്നതാണ്. എന്നാൽ സ്ട്രെയിറ്റ് റോഡ്, നല്ല റോഡായതുകൊണ്ട് ഓവർ സ്പീഡ്, വണ്ടികൾ ഓവർ സ്പീഡാണ്. അതുകൊണ്ടാണ് കൂടുതൽ. പിന്നെ നെക്സ്റ്റ് ടൗണാണ്, ആളുകൾ കൂടുതൽ ആൾക്കാർ ബസ് സ്റ്റോപ്പാണ് ഉണ്ടാകുന്ന സ്ഥലമാണ്. ഇതിലെന്തെങ്കിലും ഒരു പ്രതിവിധി നിങ്ങൾക്ക് അഭിപ്രായപ്പെടാൻ ഒരു പരിഹാരം കാണണം. പരിഹാരം എന്താ, ഡിവൈഡർ വെച്ചാൽ അത് ബുദ്ധിമുട്ടാവുകയും ചെയ്യും. കാരണം മെയിൻ റോഡല്ലേ, അതുകൊണ്ട് ആൾക്കാർ എന്തെങ്കിലും ചെയ്യണം. സ്പീഡ് നിജപ്പെടുത്തുക. സ്പീഡ് ബ്രേക്കർ ഹൈവേയിൽ അങ്ങനെ പാടില്ല എന്നുള്ള നിയമം ഉണ്ടോ അതറിയില്ല. എന്തായാലും ഒരു മറ്റേ ഷോർട്ട് ബ്രേക്കറല്ല, സ്പീഡ് ബ്രേക്കർ, ഇപ്പോഴുള്ള സ്പീഡ് ബ്രേക്കർ അത് വെച്ച് കഴിഞ്ഞാൽ ഒരു കിട്ടുമായിരിക്കും. പഞ്ചായത്ത് ഇറക്കത്തിലോ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു നല്ലതാണ്. ഒരു വർഷം മുന്നേ കല്ലട ബസും ലോറിയും കൂട്ടിയിടിച്ച് ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതിനു മുൻപും അപകട വളവ് തന്നെയാണ് ഈ ഒരു ഭാഗം. അതിനുശേഷമാണ് കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റത്. പിന്നീട് ചെറുതും വലുതുമായ നിരവധി അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. തോട്ടടയിലെ വ്യാപാരിക്കും ഇവിടെ നിന്നും അപകടം പറ്റിയിട്ടുണ്ട്. വീതിയേറിയ റോഡായതിനാൽ തന്നെയും ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുന്നത് യാതൊരു നിശ്ചയവുമില്ലാതെയാണ്. അമിത വേഗതയിലെത്തുന്ന ബസ്സുകൾക്ക് പലപ്പോഴും ഇവിടെ ബ്രേക്ക് നഷ്ടപ്പെടാറുണ്ട്. പലതവണ മറ്റു വാഹനങ്ങളിലെ ഡ്രൈവർമാരുമായും ഇവർ വാക്കേറ്റം നടന്നിട്ടുണ്ട്. ഒരാഴ്ച മുന്നേ ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ച് 2 പേർ മരണപ്പെടുകയും ഓട്ടോ ഡ്രൈവർക്കും മറ്റൊരു യാത്രക്കാരനും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടങ്ങൾ അടിക്കടി ഉണ്ടാവുന്ന സാഹചര്യത്തിൽ വാഹനങ്ങളുടെ വേഗത 40 കിലോമീറ്ററായി നിജപ്പെടുത്തണമെന്നും അപകട മേഖല എന്ന സൈൻ ബോർഡ് കൗസല്യ കമ്പനിക്കടുത്തും തോട്ടട വളവിന് ശേഷവും സ്ഥാപിക്കണമെന്നും എത്രയും വേഗം ഇതിനു വേണ്ട നടപടികൾ ബന്ധപ്പെട്ട അതോറിറ്റികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. തോട്ടടയിൽ ഇപ്പോഴ് പതിവായിട്ട് അപകടങ്ങൾ, പിന്നെ മോട്ടോർ വാഹന അപകടങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള മെയിൻ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെയുള്ള വാഹനങ്ങൾ അമിത വേഗതയിലുള്ള പോക്കാണ്. പിന്നെ ഇവിടെ സ്പീഡ് ബ്രേക്കർ സംവിധാനം പിന്നെ ഈ സിസ്റ്റത്തിൽ ചെയ്യാൻ പറ്റില്ല, ഹൈവേൻ്റെ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് അധികാരികൾ എന്താ വേണ്ടത് വെച്ചാൽ ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് ഒരു 40 km/h ആക്കിയിട്ട് പിന്നെ ഇതിൻ്റെ അകത്ത് മാറ്റണം. അതുകൂടാതെ ഒരു 1.5 വർഷത്തിനിടയിൽ ഇവിടെ ഒരു 5 മരണങ്ങൾ സംഭവിച്ചു. ഒരു 2 ആഴ്ച മുന്നെയാണ് ഇവിടെ ഒരു മരണം, 2 പേര് തോട്ടടയിൽ നിന്ന് 2 ജീവൻ നഷ്ടപ്പെട്ടത്. അത് ബസ്സും ഓട്ടോവും കൂട്ടിയിടിച്ചിട്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം വെച്ചാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, എല്ലാ അധികാരികളും ഒരു കാര്യം ഇവിടെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഇവിടെ ഒരു കുറേ സ്കൂളുകളുള്ളൊരു നാഷണൽ ഹൈവേയാണിത്. അപ്പോൾ ഇവിടെ സ്കൂളിൻ്റെ അടുത്ത് സ്കൂളിൻ്റെ ഒരു ബോർഡോ കാര്യങ്ങളോ അതിൻ്റെ സ്പീഡ് കുറക്കേണ്ട കാര്യങ്ങളോ അങ്ങനത്തെ യാതൊരുവിധ സിഗ്നൽ സിസ്റ്റവും സൈൻ ബോർഡുകളോ ഒന്നും ഇവിടെയില്ല. അത് നിർബന്ധമായിട്ടും വേണ്ടപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ, ഇൻക്ലൂഡിങ് കോർപ്പറേഷൻ അടക്കം അതിൻ്റെ അകത്ത് ഇടപെട്ടിട്ട് ആ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞാൻ ഇവിടുത്തെ ഒരു നാട്ടുകാരെന്നുള്ള നിലയിലും പല സംഭവങ്ങൾ നടക്കുമ്പോൾ ഞങ്ങളെ കണ്ണിൻ്റെ മുമ്പിലാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭീകരത നേരിട്ട് മനസ്സിലാകുന്നത്. ഒരു പ്രാവശ്യം ഒരു രാത്രി ഒരു കല്ലട ട്രാവൽസ് എന്ന് പറഞ്ഞ ബസ് ആക്സിഡൻ്റായിട്ട്, അത് ഇരുടായിരുന്നു പ്രശ്നം, മനസ്സിലാകാതെ വന്നിട്ട് ഒരാളെ തല അങ്ങനെ അറ്റുപോയിട്ട് മരണപ്പെടുന്ന അത്രയും ഭീകരമായ കാര്യങ്ങളൊക്കെ നടന്നതാണ്. അപ്പോൾ അധികാരികളെ ഭാഗത്തുനിന്ന് മുഴുവനായിട്ടുള്ള ശ്രദ്ധയും. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ബസ് 20 കിലോമീറ്റർ സ്പീഡിലാണ്
പിന്നെ ഇവിടത്തേക്ക് വരുന്നത് വെച്ചാൽ താഴെ ചൊവ്വ വരെ ആളെടുത്ത് താഴെ ചൊവ്വ ഗേറ്റ് കഴിഞ്ഞതിന് ശേഷം ആ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവർ ഇവിടുന്ന് 85-90 കിലോമീറ്റർ സ്പീഡിലാണ് ഇതിലൂടെ പാസ്സായിട്ട് പോകുന്നത്. അതും ഇവിടുത്തെ ഒരു അപകടത്തിനുള്ള ഒരു കാരണമാണ്. അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ അതിന് വേണ്ട ശക്തമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് പിന്നെ സൈഡിൽ പിന്നെ സിഗ്നൽ ബോർഡുകളെല്ലാം സ്ഥാപിച്ചിട്ട് അവർ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ഷൻ റോഡുകൾ കുറേ ഉണ്ട് ഇവിടെ. ഈ ഹൈവേയുടെ ഇരുഭാഗത്തും കണക്ഷൻ റോഡുകൾ കൂടുതലുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വണ്ടി വരുമ്പോഴും മറ്റുള്ളവർ ശ്രദ്ധിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. മനോരമേൻ്റെ അടുത്ത് തന്നെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. അവിടെ ഒരു കൾവെട്ടുണ്ട്. കൾവെട്ട് എന്ന് പറഞ്ഞാൽ അത് ആരും രാത്രിയായാലും പകലാലും കാണപ്പെടില്ല. ആരെങ്കിലും എടുത്തു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നേരെ പോയിട്ട് കൾവെട്ടിലേക്ക് മറിഞ്ഞിട്ട് ആക്സിഡൻറ്റ് മുന്നേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ട നടപടികൾ ഹൈവേ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടോ അവരൊക്കെ ചേർന്ന് അത് പിന്നെ നന്നായിട്ട് ഇനിയൊരു അപകടം തോട്ടടയിൽ സംഭവിക്കാത്ത രീതിയിൽ ചെയ്ത് മാറ്റിത്തരണമെന്നാണ് നാട്ടുകാർ എന്നുള്ള നിലയിലും ഇവിടുത്തെ സ്കൂളിൻ്റെ PTA വൈസ് പ്രസിഡൻ്റാണ് ഞാൻ. ആ സ്കൂളിൻ്റെ നിലയിലും ഉള്ള എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാനിപ്പം ഇതാക്കുന്നത്. ബന്ധപ്പെട്ട അധികാരികളുടെ പിന്നെ എത്തിച്ച് അതിനുള്ള ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. ഇനിയും ആക്സിഡൻറ്റിലൂടെ ഒരു ജീവൻ പൊലിയാതിരിക്കട്ടെ, അതിനുവേണ്ടുന്ന നടപടികൾ അതോറിറ്റി സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ക്യാമറമാൻ രഞ്ജിത്തിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ. വൈദ്യന്മാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടെത്തണമെന്ന് കേരള ആയുർവേദ പാരമ്പര്യ വൈദ്യ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി രവീന്ദ്രൻ വൈദ്യർ. അതിന്റെ ഭാഗമായി പാരമ്പര്യ വൈദ്യത്തിന് മാത്രമായി ഒരു സംസ്ഥാന കൗൺസിൽ രൂപീകരിച്ച് പാരമ്പര്യ വൈദ്യത്തെയും അതുവഴി വൈദ്യന്മാരെയും സംരക്ഷിക്കാൻ സർക്കാർ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും പി രവീന്ദ്രൻ വൈദ്യർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 2005 മുതൽ നടപ്പിലാക്കിയ പാരമ്പര്യ വൈദ്യന്മാരുടെ ലൈസൻസ് പുതുക്കി നൽകണമെന്നും പാരമ്പര്യ വൈദ്യ ഫെഡറേഷൻ സംസ്ഥാന കോർ കമ്മിറ്റിയുടെ അടിയന്തര യോഗത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി രവീന്ദ്രൻ വൈദ്യർ പറഞ്ഞു. വംശനാശ ഭീഷണി നേരിടുന്ന പല ഔഷധ സസ്യങ്ങളെയും കണ്ടെത്തി പരിപാലിക്കുന്ന വൈദ്യന്മാരാകിയാൽ പഞ്ചായത്ത് തലത്തിൽ അതിനുവേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട വയനാട് ജില്ലയുടെ പുനരധിവാസത്തിനായി അംഗങ്ങളിൽ നിന്നും പരമാവധി തുക സമാഹരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാനും തീരുമാനിച്ചതായി പ്രസിഡന്റ് അറിയിച്ചു. അതായത് 2018 ഏപ്രിൽ 13 ആ വിധി വന്നത്. സാധാരണഗതിയിൽ അത് പാരമ്പര്യ വൈദ്യത്തെ നിരോധിച്ചതല്ല. ആ രീതിയിലാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പ്രചരണം നടത്തുന്നത്. സത്യത്തിൽ 970 ആക്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞത് രജിസ്ട്രേഷൻ ഇല്ലാത്തവർ ചികിത്സിക്കേണ്ടതാണ്. പക്ഷേ സുപ്രീം കോടതി അവിടെ നിർത്തിയില്ല. സുപ്രീം കോടതിക്ക് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പാരമ്പര്യ വൈദ്യന്മാരെ കണക്കിലെടുത്തുകൊണ്ട് ഒരു മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ സവിശേഷമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ വൈദ്യന്മാരെ മുഖ്യധാരയിൽ നിലനിർത്താൻ സാധിക്കുമായിരുന്നു. അത് ചെയ്യാതെ സുപ്രീം കോടതി പറഞ്ഞത് ഇവര് ലക്ഷക്കണക്കായ ജനങ്ങളുടെ ജീവൻ കൊണ്ട് പന്താടുന്ന ഒരു വിഭാഗമാണ്. യഥാർത്ഥത്തിൽ ആ പരാമർശം നീക്കിയിട്ടാൽ നമുക്ക് കോടതിയിൽ പോകാം. പക്ഷെ നമുക്ക് പോകാനുള്ള അതിന്റെ ആ സാമ്പത്തിക ശേഷി ഒന്നുമില്ല. സത്യത്തിൽ കോടതി അങ്ങനെ പറയേണ്ട കാര്യമില്ല. കാരണം അത് പിന്നെ ഇതിനെ നിരോധിക്കുകയല്ല ചെയ്തത്. 970 ആ ആക്ട് കോടതി സുപ്രീം കോടതി വ്യാഖ്യാനിക്കുക മാത്രമാണ് ചെയ്തത്. എന്നാൽ പല സന്ദർഭങ്ങളിലും പല കേസുകളിലും സുപ്രീം കോടതി അതിനെ ഭേദഗതി ചെയ്തുകൊണ്ട് അവരുടെ സവിശേഷ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിയമങ്ങളെയൊക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ കാര്യത്തിൽ അത് ചെയ്തില്ല. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാല് 970 ഇന്ത്യൻ പാർലമെന്റ് ഈ നിയമം പാസാക്കുമ്പോഴും 2018 സുപ്രീം കോടതി ഈ കേസിൽ ഇങ്ങനെ ഒരു വിധി കൽപ്പിക്കുമ്പോഴും കോടതിയോ പാർലമെന്റോ കാണാതെ പോയ ഒരു നിയമമുണ്ട്. 1940 1983 ഭേദഗതി ചെയ്ത ഇന്ത്യ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് 1940. അതിലെ 33 EEC ആക്ട് പ്രകാരം പാരമ്പര്യ വൈദ്യന്മാർക്ക് അവരുടെ ചികിത്സക്ക് ആവശ്യമായ ഔഷധങ്ങൾ നിർമ്മിക്കാൻ യാതൊരു തടസ്സവുമില്ല, ലൈസൻസ് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതിയോ പാർലമെന്റോ ഈ നിയമത്തെ മറികടക്കുകയോ അല്ലെങ്കിൽ ഈ നിയമത്തെ ക്യാൻസൽ ചെയ്യുകയോ ചെയ്തിട്ടില്ല. ജനറൽ സെക്രട്ടറി KE സേതുമാധവൻ ഗുരുക്കൾ, S സജു വൈദ്യർ, PK ചന്ദ്രൻ വൈദ്യർ, KV കൃഷ്ണപ്രസാദ് വൈദ്യർ എന്നിവരും പങ്കെടുത്തു. ലോക കൊതുക് ദിനാചരണം 2024 ഭാഗമായി ജില്ലാതല ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി കണ്ണൂർ ജില്ലാ ഡെപ്യൂട്ടി DMO ഡോക്ടർ സച്ചിൻ KC ഉദ്ഘാടനം ചെയ്തു. കൂടുതലായിട്ട് നിങ്ങളോട് പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. കാരണം മറ്റൊന്നുമല്ല, നമുക്ക് ഈ ഒരു നമ്മുടെ സ്പോർട്സ് ഹോസ്റ്റലിൽ തന്നെ കൊതുക് ജന്യ രോഗമായ മലേറിയ ഈയടുത്ത്
ഡിറ്റക്ട് ചെയ്യപ്പെടുകയുണ്ടായി. മലേറിയ, അതുപോലെ തന്നെ ഡെങ്കി, അതുപോലെ തന്നെ മന്ത്, ചിക്കൻ ഗുനിയ, സിക്ക, വെസ്റ്റ് നൈൽ ഫീവർ, ജപ്പാൻ ചുമ, ഇവയെല്ലാം തന്നെ കൊതുക് ജന്യ രോഗങ്ങളാണ്. ഈ ഒരു കൊതുക് ജന്യ രോഗങ്ങൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അത് വൈറസ് ഉണ്ടാക്കുന്ന രോഗമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പാരസൈറ്റ്, അതായത് മലേറിയ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു പാരസൈറ്റ്, പ്ലാസ്മോഡിയം ഒരു പാരസൈറ്റ് ആണ് അതിൻ്റെ രോഗകാരി. ഈ പറഞ്ഞ വൈറസ് ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ പാരസൈറ്റ് ആയി കഴിഞ്ഞാലും എല്ലാത്തിനെയും ഒരു മനുഷ്യരിൽ നിന്നും അല്ലെങ്കിൽ ഒരു ജീവിയിൽ നിന്നും മറ്റൊരു ജീവിയിലേക്ക് ഈ രോഗാണുവിനെ എത്തിക്കുന്നത് ജോലി ചെയ്യുന്നത് കൊതുകുകളാണ്, പ്രത്യേകിച്ച് പെൺകൊതുകുകളാണ്. കാരണം പെൺകൊതുകുകളാണ് അതിൻ്റെ അണ്ടോത്പാദന ഓപ്പറേഷൻ അതിൻ്റെ കാര്യങ്ങൾക്കായിട്ട് ഈ നമ്മുടെ മനുഷ്യൻ്റെ രക്തം അല്ലെങ്കിൽ മറ്റു ജീവികളുടെ പശുക്കളായി കഴിഞ്ഞാലും മൃഗങ്ങളായി കഴിഞ്ഞാലും രക്തം ആവശ്യമുണ്ട്. അപ്പോൾ ആ രക്തം കുടിക്കുന്നതിനായിട്ടാണ് യഥാർത്ഥത്തിൽ അവർ നമ്മളെ കഴിക്കുന്നത്. ആ കടിക്കുന്നതിനിടയിൽ അവയുടെ ഈ കൊതുകിൻ്റെ ശരീരത്തിലുള്ള വൈറസ് നമ്മുടെ ശരീരത്തിലേക്കും എത്തിച്ചേരുകയാണ്. അപ്പോൾ ഈ രീതിയിൽ പറയുന്ന അസുഖങ്ങൾ പലതും മാരകമാണ്, മരണകാരണമാകാൻ സാധ്യതയിലാണ്. പ്രത്യേകിച്ച് ചടങ്ങിൽ ജില്ലാ BVD കൺട്രോളർ ഓഫീസർ ഡോക്ടർ KK ഷിനി, CP പരമേശ്വരൻ, ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ SS ആർദ്ര, സുധീഷ്, അസിസ്റ്റന്റ് എൻഡമോളജിസ്റ്റ് സതീഷ് കുമാർ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മിസ്ട്രസ് K ജ്യോതി, ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസ് അസിസ്റ്റന്റ് ഡയറക്ടർ എൻഡമോളജി MS ശശി നയിച്ചു. ഉദ്ഘാടന ചടങ്ങിനെ തുടർന്ന് വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ പ്രദർശനവും സംഘടിപ്പിച്ചു. ഓണം കൈത്തറി മേള നാളെ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യുമെന്ന് വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ KS അജിമോൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാഷണൽ ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് പ്രോഗ്രാം സ്കീമിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടിയാണ് സംസ്ഥാന സർക്കാർ കൈത്തറി ഡയറക്ടറേറ്റ്, ജില്ലാ വ്യവസായ കേന്ദ്രം, ജില്ലാ കൈത്തറി വികസന സമിതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പോലീസ് മൈതാനിയിൽ കൈത്തറി മേള സംഘടിപ്പിച്ചിട്ടുള്ളത്. വൈകുന്നേരം 4 മണിക്കാണ് ഉദ്ഘാടന പരിപാടി. നാഷണൽ ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് പ്രോഗ്രാം സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടിയാണ് സംസ്ഥാന സർക്കാർ കൈത്തറി ഡയറക്ടറേറ്റ്, ജില്ലാ വ്യവസായ കേന്ദ്രം, ജില്ലാ കൈത്തറി വികസന സമിതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മേള സംഘടിപ്പിച്ചത്. വൈകുന്നേരം 4 മണിക്കാണ് ഉദ്ഘാടന പരിപാടികൾ നടക്കുക. കേരളത്തിലെ പ്രമുഖ കൈത്തറി സംഘങ്ങൾ, ഹാൻഡ് വീവ് എന്നിവയ്ക്ക് പുറമെ കരകൌശല സംഘങ്ങൾ, ഇതര സംസ്ഥാന കൈത്തറി, കരകൌശല സംഘങ്ങൾ അടക്കം 60-ൽ കൂടുതൽ സ്റ്റാളുകൾ മേളയിലുണ്ടാവും. കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് 20% റിബേറ്റും നൽകും. കൂടാതെ മേളയിൽ പങ്കെടുക്കുന്ന കേരളത്തിലെ കൈത്തറി സംഘങ്ങളുടെ സ്റ്റാളുകളിൽ നിന്നും 1000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്ക് സമ്മാന കൂപ്പണും നൽകും. നറുക്കെടുപ്പിലൂടെ ദിവസേന 3 ഭാഗ്യശാലികൾക്ക് 1000 രൂപ വിലയുള്ള കൈത്തറി ഉൽപ്പന്നങ്ങൾ സമ്മാനമായി നൽകും. കഴിഞ്ഞ ഓണം വിൽപ്പനയിൽ 5.07 കോടി രൂപയുടെ വിറ്റുവരവുണ്ടായിരുന്നു. ഇത്തവണ 10 കോടി രൂപയുടെ വിറ്റുവരവാണ് പ്രതീക്ഷിക്കുന്നതെന്നും ജനറൽ മാനേജർ പറഞ്ഞു. സംസ്ഥാന കൈത്തറി വസ്ത്ര വിൽപ്പന മേള 2024 നാളെ കണ്ണൂർ ആരംഭിക്കുകയാണ്. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിന്റെ സാമ്പത്തിക സഹായത്തോടെ കേരള സർക്കാർ, ജില്ലാ വ്യവസായ കേന്ദ്രം, കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്, ജില്ലാ കൈത്തറി വികസന സമിതി എന്നിവരെ സംയുക്തമായിട്ടാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. 2024 ഓഗസ്റ്റ് 24 മുതൽ, അതായത് നാളെ മുതൽ സെപ്റ്റംബർ 14 വരെ 22 ദിവസം നീളുന്ന എക്സിബിഷൻ, കൈത്തറി എക്സിബിഷൻ കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കുന്നു. ഈ കൈത്തറി എക്സിബിഷനിൽ മൊത്തം 60 സ്റ്റാളുകളാണ് ഉള്ളത്. അതിൽ സംസ്ഥാനത്തെ പ്രമുഖ കൈത്തറി സംഘങ്ങൾ ഉണ്ടാകും. ഹാൻഡ്വീവ്, ഹാൻഡെക്സ്, ഹാൻഡിക്രാഫ്റ്റ് സംഘങ്ങൾ, ഇതര സംസ്ഥാന കൈത്തറി സംഘങ്ങൾ അടക്കം 60ഓളം സ്റ്റാളുകൾ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രദർശന സമയം രാവിലെ 10 മുതൽ 9 മണി വരെയാണ്. ഈ മേളയിൽ 20% സർക്കാർ റിബേറ്റിൽ കേരളത്തിലെ കൈത്തറി സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പൊതുജനങ്ങൾക്ക് വാങ്ങാം. കേരളത്തിലെ കൈത്തറി സ്റ്റാളിൽ നിന്ന് വാങ്ങുന്ന 1000 രൂപയുടെ ബില്ലുകൾ സമ്മാന കൂപ്പണുണ്ട്. ദിവസവും 3 ഭാഗ്യശാലികൾക്ക് 1000 രൂപ വിലമതിക്കുന്ന കൈത്തറി ഉൽപ്പന്നങ്ങൾ സമ്മാനമായിട്ട് നൽകും. മാനേജർ SK സുരേഷ് കുമാർ, കൊല്ലോൺ മോഹനൻ, C ഗിരിവർമ്മ, KK ശ്രീജിത്ത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 20 രൂപ കുറഞ്ഞു. 1 ഗ്രാം സ്വർണം 6660 രൂപ, പവന് 53,280 രൂപ, വെള്ളി 91 രൂപ.
അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിദേശ വിദ്യാർത്ഥികൾ പഠനത്തിനായി കേരളത്തിൽ എത്തുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി. ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്ക് നിർണായകമാകുന്നു. പുറത്തേക്ക് പോകുന്നവർ വെറും 4% മാത്രം. ഊഹാപോഹങ്ങളോടെ പലരും പലതും പ്രചരിപ്പിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി. മുഴപ്പിലങ്ങാടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നു. 3 സ്റ്റാർ ഹോട്ടൽ ഉൾപ്പെടെ മറൈൻ കാഴ്ചകളുമായി ടൂറിസം പദ്ധതികൾ. നവീകരണ പ്രവൃത്തി വിലയിരുത്തി മന്ത്രി PA മുഹമ്മദ് റിയാസ്. കേരളത്തിന്റെ പ്രധാന ടൂറിസം കേന്ദ്രമായി മുഴപ്പിലങ്ങാട് മാറുമെന്നും മന്ത്രി. അപകടക്കെണിയുമായി തലശ്ശേരി കണ്ണൂർ ദേശീയപാത. അപകട കാരണം തോട്ടട വളവിലെ വാഹനങ്ങളുടെ അമിതവേഗം. പ്രശ്നത്തിൽ ഉടൻ അധികൃതർ ഇടപെടണം എന്ന് വ്യാപാരികൾ. സൂചനാ ബോർഡുകളെങ്കിലും സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.